ഹായ് ഓൾ. നമ്മുടെ CBSE ക്ലാസ്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഡെപ്തിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചെടുക്കുന്ന സമയത്ത് മക്കൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ലോകത്തുള്ള എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ ഒരു കാര്യം പഠിക്കാനിരിക്കുന്ന സമയത്തായിരിക്കും. നമ്മുടെ തോട്ട് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ട് മാറുന്നത് ആ ഒരു സമയത്തായിരിക്കും അല്ലെ. ഇൻസ്റ്റയിൽ റീൽസ് നോക്കാൻ തോന്നുന്നതും എല്ലാം എന്താണ് നമ്മുടെ പഠിക്കാനിരിക്കുന്ന ആ ഒരു ടൈമിലായിരിക്കും. അപ്പൊ നമ്മുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫോക്കസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തേതാണ് ക്ലാരിറ്റി ഓഫ് പർപ്പസ്. അതായത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു ബോധം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യത്തിലും ഇത് നമുക്ക് അപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും. നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിപ്പോ നമ്മൾ വായിക്കുകയാണെങ്കിലും ശരി, നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുകയാണെങ്കിലും ശരി, അതൊക്കെ എന്തിനു വേണ്ടിയാണെന്നുള്ളതിന്റെ ഒരു ചെറിയ ധാരണ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് ബാക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു ക്ലാസ് കേൾക്കുകയാണെങ്കിലും നമ്മൾ ഒരു കാര്യം വായിക്കുകയാണെങ്കിലും ഒക്കെ അതിന് മുമ്പുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒട്ടും ബോറടിക്കാതെ തന്നെ കാര്യങ്ങൾ പഠിക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു വൈ ക്വസ്റ്റ്യൻ അത് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരോടും ചോദിക്കാം. അപ്പൊ എങ്ങനെയാണ് ഇത് പഠിക്കാനുള്ള കാര്യമായിട്ട് ബന്ധപ്പെടുത്തുന്നത്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു കാര്യം വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടേം നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പിന്നേക്ക് മാറ്റി വെക്കാതെ ഓൺ ദ സ്പോട്ട് തന്നെ അതിന്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾ തുടങ്ങണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം അല്ലെ. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, വേറൊരാളുടെ ഹെൽപ്പ് തേടാം. ഈ രീതിയൊക്കെ ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കോൺസെൻട്രേഷനും നമ്മുടെ ഫോക്കസും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. കൂട്ടത്തിൽ നമ്മൾ കോമൺ ആയിട്ട് പറയാറുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഇടയിൽ വരാൻ സാധ്യതയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക. പഠിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിലൊക്കെ ഒന്ന് ബ്രേക്ക് എടുക്കുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇൻട്രസ്റ്റ് വരും അല്ലെ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ്, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാ മിസ്സിന് അറിയാവുന്ന കാര്യങ്ങളാണ് മിസ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനേക്കാൾ കൂടുതൽ ടിപ്സ് മക്കൾക്ക് അറിയാമെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ബൈ.